സോ ഇന്ന് കാണാൻ പോകുന്നത് ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ഷുഡ് ബി യൂസ് ഫോർ ദി അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ലോ ഡി സി വോൾട്ടേജ്. സോ ഡി സി വോൾട്ടേജിൻ്റെ മെഷർമെൻറ്റിനാണ് ചോദിച്ചിരിക്കുന്നത്, ലോ ഡി സി വോൾട്ടേജ്. സോ വോൾട്ടേജ് മെഷർമെൻറ്റ്സിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടൻഷ്യോമീറ്റേഴ്സ് ആണ്. ഡി സി വോൾട്ടേജ് ആയതുകൊണ്ട് ഡി സി പൊട്ടൻഷ്യോമീറ്റർ ആണ്. അപ്പോൾ ഡി സി പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് ദി ഡി സി വോൾട്ടേജ്. അൺനോൺ ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഡി സി പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. So it is required to measure the true open circuit EMF battery. The best device എന്ന് പറയുന്നത് DC potentiometer ആണ്. എ വോൾട്ടേജ് ഓഫ് അബൌട്ട് 200 വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡി സി പൊട്ടൻഷ്യോമീറ്ററും ഒരു വോൾട്ട് റേഷ്യോ ബോക്സും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡയറക്റ്റ് കറണ്ട് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, അതായത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ മെഷറിംഗ് ദി വോൾട്ടേജ്, അതിൻ്റെ കൂടെ ഒരു റെസിസ്റ്റൻസും കൂടി വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഡി സി പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള ഡി സി വോൾട്ടേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടു മെഷർ എ റെസിസ്റ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു സ്റ്റാൻഡേർഡൈസ് ദി പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബേസിക്കലി ഒരു പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി വോൾട്ടേജസ്. വോൾട്ടേജ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നോൺ വോൾട്ടേജും അൺനോൺ വോൾട്ടേജും നമ്മൾ കണ്ടുപിടിച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. എ ഫേസ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ദി ഡ്രൈസ്ഡെയിൽ പൊട്ടൻഷ്യോമീറ്റർ. ഡ്രൈസ്ഡെയിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് എ സി പൊട്ടൻഷ്യോമീറ്റർ ആണ്. എ സി കറണ്ട്, എ സി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രൈസ്ഡെയിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി സി പൊട്ടൻഷ്യോമീറ്റർ ഫോർ ഡി സി വോൾട്ടേജ് ആൻഡ് എ സി പൊട്ടൻഷ്യോമീറ്റർ is known as the Drysdale potentiometer. In order to achieve the high accuracy, the slide wire of the potentiometer എത്ര ലോങ് ആവുന്നോ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും പൊട്ടൻഷ്യോമീറ്റർ മെഷർമെൻറ്റ്. സോ ദ സ്ലൈഡ് വയർ മസ്റ്റ് ബി ആസ് ലോങ് ആസ് പോസിബിൾ. അതാണ് എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു മെഷർ ആൻ എ സി വോൾട്ടേജ് ബൈ ആൻ എ സി പൊട്ടൻഷ്യോമീറ്റർ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ സപ്ലൈ ഫോർ ദ പൊട്ടൻഷ്യോമീറ്റർ ഈസ് ടേക്കൺ ഫ്രം ദ സെയിം സോഴ്സ് ആസ് ദി അൺനോൺ വോൾട്ടേജ്. അൺനോൺ വോൾട്ടേജിൻ്റെ എവിടെ നിന്നാണോ സോഴ്സ് എടുക്കുന്നത് അവിടുന്ന് തന്നെ നമ്മൾ എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ എങ്ങനെയാണോ സോഴ്സ് എടുക്കുന്നത് അതുമാതിരി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്റ്റേറ്റർ ഓഫ് ദ ഫേസ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫോമർ ഫോർ യൂസ് ഇൻ ദി കൺജങ്ഷൻ വിത്ത് ആൻ എ സി പൊട്ടൻഷ്യോമീറ്റർ യൂഷ്വലി ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് 2 ഫേസ് വൈൻഡിങ് ആണ്. ട്രാൻസ്ഫോമറിൻ്റെ ഇതുപോലെ 2 ഫേസ് വൈൻഡിങ് ആയിരിക്കും യൂഷ്വലി അതിലുണ്ടാവുന്നത്. In an AC coordinate potentiometer, the current is in the phase and quadrature potentiometer are adjusted to be out of phase. അതായത് കറണ്ട് ഫേസ് ആണെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ബൈ 90 ഡിഗ്രി ആയിരിക്കും പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ RLC ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാക്സ്വെൽ ബ്രിഡ്ജും ഡി സാൻഡി ബ്രിഡ്ജുമാണ് യൂണിവേഴ്സൽ RLC ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. മാക്സ്വെൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസും ആൻഡ് ഡി സാൻഡി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫോർ മെഷർമെൻറ്റ്സ് ഓൺ ദി ഹൈ വോൾട്ടേജ് കപ്പാസിറ്റേഴ്സ് ദ സ്യൂട്ടബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഷെറിംഗ് ബ്രിഡ്ജാണ്. ഷെറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് യൂഷ്വലി കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഹൈ വോൾട്ടേജ് ഹൈ കപ്പാസിറ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് ഷെറിംഗ് ബ്രിഡ്ജ് വെച്ചിട്ടാണ്. In an Anderson bridge, the unknown inductance is measured in the terms of ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത് നോൺ കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ടേംസിലാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജിൽ മെഷർ ചെയ്യുന്നത്. വാഗ്നർ എർട്ടിംഗ് ഡിവൈസ് ഈസ് യൂസ് ടു എലിമിനേറ്റ് ദി എറേഴ്സ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് കപ്ലിംഗ് ആണ്. ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വി യൂസസ് ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. വെറും ഇൻഡക്റ്റൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ മാക്സ്വെൽ ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ടേം ഇസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. വി ആർ യൂസിങ് ദി ഹെവി സൈഡ് ബ്രിഡ്ജ്, അതാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഹാവിങ് ഹൈ വാല്യൂ വി ഷുഡ് യൂസ് ദി ഹൈ വാല്യൂ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹേ ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൈ വാല്യൂ ഒന്നും അല്ല, നോർമൽ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ മാക്സ്വെൽ ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. And if the current in the capacitor leads the voltage by 80 degree, the loss angle of the capacitor കണ്ടുപിടിക്കുന്നത് if the current is lead by the voltage and if the value is less than 90 degree. If the value is less than 90 degree, then the loss angle എന്ന് പറയുന്നത് 90 minus
എത്ര വാല്യൂവിലാണോ ലീഡ് ചെയ്യുന്നത്, ഹിയർ ഇറ്റ് ഈസ് 80, സോ 90 മൈനസ് 80, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. ഈ സപ്പോസ് ഇഫ് ദ കപ്പാസിറ്റർ ഈസ് ലാഗ് ദ വോൾട്ടേജ് ബൈ എസ് പെർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ നമ്മൾ 90 പ്ലസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് 90 മൈനസ് ആ തീറ്റ വാല്യൂ നമ്മൾ കൊടുത്തത്. സോ 90 മൈനസ് 80, 10 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. In a shearing bridge, the potential of the detector above the earth potential എന്ന് പറയുന്നത് ഫ്യൂ വോൾട്ട്സ് ഉണ്ടാവുള്ളൂ ഷെയറിംഗ് ബ്രിഡ്ജിൽ. To avoid the effect of the stray magnetic field in AC bridges, we are using the magnetic screening ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ACയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇഫക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അടുത്തത് വരുന്നത്, ഇഫ് an inductance is connected in one arm and resistances in the remaining 3 arms, the bridge is not balanced. ബ്രിഡ്ജ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നാല് ആമിലും നമ്മൾ റെസിസ്റ്റൻസ് തന്നെ കണക്ട് ചെയ്യണം. ദ പവർ ഫാക്ടർ മീറ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, പവർ ഫാക്ടർ മീറ്ററിന് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 കറണ്ട് സർക്യൂട്ട് ആൻഡ് 2 പ്രഷർ സർക്യൂട്ട്സ് ആണ് ഉണ്ടാവുന്നത്. The 2 pressure coils of a single phase power factor meters എന്ന് പറയുന്നത് will have the same dimensions and same number of turns. In a single phase power factor meter, the phase difference between the current and the pressure coils എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ പവർ ഫാക്ടർ മീറ്ററിൽ 1 കറണ്ട് സർക്യൂട്ടും ഉണ്ടായിരിക്കും, 2 പ്രഷർ സർക്യൂട്ട്സ് ഉണ്ടായിരിക്കും. പ്രഷർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓഫ് സെയിം ഡയമെൻഷൻ ആയിരിക്കും ആൻഡ് എക്സാക്ട്ലി 90 ഡിഗ്രിയിലായിരിക്കും കറണ്ടും പ്രഷർ സർക്യൂട്ട്സും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് വരുന്നത്. അടുത്തത് വരുന്നത്, ഇൻ എ ഡൈനാമോമീറ്റർ 3 ഫേസ് പവർ ഫാക്ടർ മീറ്റർ, ദ പ്ലെയിൻസ് ഓഫ് ദ 2 മൂവിംഗ് കോയിൽസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി അപ്പാർട്ട് ആയിരിക്കും. In a vibrating reed frequency meter, the natural frequencies of 2 adjacent reeds have a difference of 0.5 Hz ആണ്. A western frequency meter is a മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. വെസ്റ്റേൺ ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്നത് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻഡ് ഇൻ ദി വെസ്റ്റേൺ ഫ്രീക്വൻസി മീറ്റർ, ദ മാഗ്നറ്റിക് ആക്സസ് ആർ ദ ഓഫ് ദ 2 ഫിക്സഡ് കോയിൽസ് എന്ന് പറയുന്നത് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അടുത്തത് വെസ്റ്റേൺ സിങ്ക്രണോസ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ്. സിങ്ക്രണോസ്കോപ്പിൽ വി ഹാവ് ദി ഫിക്സഡ് കോയിൽസ് വിച്ച് ഈസ് കണക്റ്റഡ് അക്രോസ് ദി ഇൻകമിംഗ് ഓൾട്ടർനേറ്റർ. ആൻഡ് മൂവിംഗ് കോയിൽ എന്ന് പറയുന്നത് ബസ് ബാറിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ദ പവർ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ലോഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആർ 1 വോൾട്ട് മീറ്റർ, 1 അമീറ്റർ ആൻഡ് 1 വാട്ട് മീറ്റർ. ആ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലാണ് നമുക്ക് പവർ ഫാക്ടർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ദ ഡിസൈറബിൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെഷറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അക്യുറസി, സെൻസിറ്റിവിറ്റി ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഡീവിയേഷൻ ടു ദ ഫുൾ സ്കെയിൽ ഡീവിയേഷൻ ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയാരിറ്റിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്ര ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് എഫക്റ്റഡ് ആവാതെ ആ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ അലോങ് തന്നെ നമുക്ക് കിട്ടുന്നതിനെയാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദി ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, എൻവയോൺമെൻറ്റൽ എറേഴ്സ്, ഒബ്സർവേഷണൽ എറേഴ്സ്, എല്ലാം സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെയാണ്. ഓൾ ഓഫ് ദി എബോവ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് യൂഷ്വലി മാഗ്നാനിനിലാണ് ഉണ്ടാക്കുന്നത്. ഈസ് മെയ്ഡ് ഫ്രം ദി മാഗ്നാനിൻ. സോ ആൻസർ കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് കോൺസെൻട്രിക് സിലിണ്ടറിക് ടൈപ്പ് ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ടോർക്ക് ഇൻ ആൻ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഡിഫ്ലക്റ്റിംഗ് കൺട്രോൾ ആൻഡ് ഡാമ്പിംഗ് ടോർക്കാണ്. നമ്മൾ നോട്ട്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കോമൺലി യൂസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ എ പവർ സിസ്റ്റം മെഷർമെൻറ്റ് ആർ ദി ഇൻഡക്ഷൻ. ഡാംപ്ലിംഗ് ഓഫ് ദ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഈസ് മെയ്ഡ് സ്മോൾ ടു ഗെറ്റ് ദ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ലാസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഡാംപ്ലിംഗ് ഓഫ് ദ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ആക്കുന്നത്. അടുത്തത്, ഇഫ് എൻ ഇൻസ്ട്രുമെന്റ് ഹാസ് ക്രാംഡ് സ്കെയിൽ ഫോർ ലാർജർ വാല്യൂസ് ദെൻ ഇറ്റ് ഫോളോസ് ദി ലോഗരിതമിക് ലോ ആണ് ഫോളോ ചെയ്യുന്നത്. വോൾട്ട് ബോക്സ് ഈസ് ദി കോമ്പോണൻറ്റ് ടു എക്സ്റ്റെൻഡ് വോൾട്ടേജ് ആണ്. EMF ഓഫ് എ വെസ്റ്റേൺ സെൽ ഈസ് അക്യുറേറ്റ്ലി മെഷർഡ് ബൈ എ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ ആണ്. വെസ്റ്റേൺ സെല്ല് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ദ ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് ഹാസ് ക്രൗഡഡ് സ്കെയിൽ ബിക്കോസ് ദ കറണ്ട് ഈസ് പ്രപ്പോർഷണൽ to the sine of the deflection angle. I will be proportional to the sine theta ആയിരിക്കും. Theta will be the deflection angle. Sensitive galvanometer produces a large deflection for a small value of current ആണ്. A multi-range instrument has a multiple shunt or series resistances inside the meter. A rectifier instrument is not free from the frequency error. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ഇൻഡക്ഷൻ അമ്മീറ്റർ വെച്ചിട്ടാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC കറണ്ട് മെഷർ ചെയ്യുന്നത്.
The most sensitive galvanometer is the vibration galvanometer ആണ്. And instrument transformers are potential transformers and current transformers. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സും കറണ്ട് ട്രാൻസ്ഫോമേഴ്സും ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് തന്നെയാണ്. ഓക്കെ.